ഹലോ അസ്സലാമലൈക്കും. ഇന്നിതാ ഒരു പണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നാട്ടിലൊക്കെ എല്ലാവർക്കും ഭക്ഷണത്തിനൊക്കെ ക്ഷാമമുള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈന്ത് പിടി. ഈന്ത് കറി എന്നൊക്കെ പറയും ചിലര്. നമ്മൾ പണ്ട് പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഈന്ത് മരത്തുനിന്ന് വെട്ടിയെടുത്തിട്ട് പിന്നെ അത് ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടിയോണ്ട് ഉണ്ടാക്കുന്ന കറി. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചിലർക്കൊക്കെ അറിയണ്ടാവും. ഇപ്പൊ ഇത് ഈന്ത് കടയിലൊക്കെ, മസാല കടയിലൊക്കെ, സ്റ്റേഷനറി കടയിലൊക്കെ അവൈലബിൾ ആണ്, എല്ലാവർക്കും കിട്ടും. അപ്പോൾ അറിയാത്തവര് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഈന്ത് പിടി ഉണ്ടാക്കാനുള്ള ഈന്ത്. ഞാൻ നേരത്തെ കാണിച്ച ഈന്ത് വെട്ടിപ്പൊളിച്ച് ഉണക്കി ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചാട്ടോ. ഇത് കഴിഞ്ഞ വർഷമേ ഉണക്കി വെച്ചതാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് രണ്ടായിട്ട് ഇങ്ങനെ ചീന്തിയിട്ട് നമ്മൾ ഉണക്കുക. എന്നിട്ട് ഞാൻ വെള്ളത്തിലിട്ടാട്ടോ, ഒരു രാത്രി ഫുള്ള് വെള്ളത്തിലിട്ടാണ്. ഇത് നമ്മൾ ഇനി പൊടിക്കും. മില്ലിൽ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ തന്നെ നമ്മൾ അരിയൊക്കെ പൊടിക്കുമ്പോൾ പൊടിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ആ പൊടിയാണ് നമ്മൾ ഈന്തിപ്പിടിക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതാ ഞാൻ നമ്മുടെ ഈന്തപ്പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഉരുളിയില്ലേ, ഒരു ഉരുളിയിൽ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ വാട്ടും പോലെ ഇത് വാട്ട തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു. നമ്മൾ ഇത് പിടിയാണല്ലോ, പിടി നമ്മൾ വേവിക്കുമ്പോൾ ഇറച്ചിന്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ പൊടിഞ്ഞു. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കുഴക്കരുത്. ഇതിലേക്ക് ഇട്ടിട്ട് വാട്ടി എണ്ണ എടുക്കണം. ഇതിപ്പോ 1.5 കിലോ പൊടിക്ക് ഞാൻ ഒരു 4 കപ്പ്, അതായത് 1 ലിറ്റർ വെള്ളാട്ടോ എടുത്തത്. ഇത് വാട്ടാത്ത പൊടിയാണ്. ഇനിതാ ഞാൻ കുറച്ച് ഉപ്പും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ ചെയ്യും പോലെ തന്നെ ഉപ്പിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എടുത്ത് വെച്ചാൽ 1.5 കിലോ പൊടിയില്ലേ, അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണേ. ഇനി നമുക്ക് തീ കുറയ്ക്കരുത് കേട്ടോ. ഈ ചൂടിൽ തന്നെ ഒരു തവിന്റെ ചട്ടകം കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ആ ചൂടിൽ തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് ഇറച്ചിന്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ പൊടിഞ്ഞു. നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒക്കെ ഇതിന്മേന്ന് ഈ പൊടിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും. നമ്മൾ പിടിയായിട്ട് കിട്ടൂല. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണേ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കാം. സിമ്മിലാക്കി ഒന്നുകൂടി നന്നായിട്ട് എല്ലാ പൊടി, പച്ചപ്പൊടി ഇല്ലാതെ നമ്മൾ പത്തിപ്പൊടിയൊക്കെ വാട്ടും പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും എത്തിന്ന് പറഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ടാ. ഇനി നമുക്ക് ഇതില്ലേ ഈ വാട്ടിയ പൊടി ഒരു 5 മിനിറ്റ് നന്നായിട്ട് അരച്ചങ്ങോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂട് എല്ലാം ഒന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ കേട്ടോ. ഇതാ ഞാൻ മൂടി മാറ്റി. ചൂടായിരിക്കും നല്ല. അപ്പൊ ഈ ചൂടോടെ തന്നെ കുഴക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതാ ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ കപ്പിൽ വെള്ളം തൊട്ടിട്ട് കൈവില് നല്ല ചൂടാന്ന് ആ വെള്ളം തൊട്ട് കുഴച്ചെടുത്താൽ മതിയെ. നന്നായിട്ട് നമ്മൾ പത്തിരിക്കോ കുഴക്കും പോലെ നന്നായിട്ട് ആദ്യം ഒന്ന് കൂട്ടിയെടുക്കുക. എന്നിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതുണ്ടോ, ഇപ്പൊ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. അധികം ലൂസായി പോയരുതേ. കാരണം നമ്മൾ വറുക്കാത്ത പൊടിയാണ്, ഈന്തിന്റെ വറുക്കാത്ത പൊടിയാണ്. അതുകൊണ്ട് അധികം ലൂസായി പോയാൽ ഒട്ടി കളിക്കും. ഈ ഒരു രൂപത്തിൽ അതാണ് ഞാൻ വെള്ളത്തിന്റെ കണക്ക് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എടുക്കട്ടോ. അത് വേത്തിരി വെള്ളം കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ വാട്ടുമ്പോൾ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഹെൽത്തി ഒരു ഡിഷാണ്. പണ്ടൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ നമ്മളെ ഈന്തപ്പന, ഈന്ത് എന്നൊക്കെ പറയുന്നത് വീട്ടില് പറമ്പിൽ വെറുതെ ഉണ്ടാകുന്ന മരാണ്. നല്ല ഹെൽത്തിയാണ്. വേറെ വളങ്ങളോ കെമിക്കൽസോ ഒന്നുമില്ല. ഇതാ നമ്മൾ കുഴച്ചിട്ടോ. കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നാൽ നല്ല ലൂസും അല്ല, ഭയങ്കര കട്ടിയുമില്ല. ആ രൂപത്തിൽ ഇത് നല്ലതാ നമുക്ക് കൈയാക്കി കിട്ടുക. നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ കയ്യിലൊട്ടാത്ത രീതിയിൽ കിട്ടിയിട്ടേ. ഇതാണ് ഇതിന്റെ കണക്ക്. ഇതുപോലെ കുഴക്കാട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കയ്യിൽ ഒരു ബോള് പോലെ എടുത്തിട്ട് നന്നായിട്ട് കൈവിൽ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മൾ കൈയിന്റെ അടിയിൽ ഇത്തിരി വെള്ളാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾസ് എടുത്തിട്ട് കൈവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇതുപോലെ ആക്കി ഇതാ കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കൂല. കണ്ട, ഇതുപോലെ കിട്ടും. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് ഞാനിതാ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കണ്ടേ. പെട്ടെന്ന് തന്നെ ആവും.
ആദ്യം ഒന്ന് കയ്യിൽ വെച്ച് ബോൾസ് കുഴച്ചാല് പിന്നെ കുഴക്കേണ്ടതില്ല. ചെറിയ ചെറിയ പീസാക്കി എടുക്കുക, ഇതിലേക്ക് ഇട്ടെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ക്രാക്ക് ഒന്നും പാടില്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് ഇതാ നല്ല പോലെ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഇങ്ങനെ ആക്കി വെക്കട്ടെ. നമുക്ക് ഇത് ഫുള്ളും ഇതിനാണ് കുറച്ച്. ഇത് വീട്ടിൽ 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുക. ഇതേ ഒത്തിരി ഒരു പാടുള്ള പണി, കുറച്ച് ടൈം എടുക്കുന്ന പണി. നമ്മുടെ എല്ലാ പിടികളും ഇവിടെ റെഡിയാണ്. ഈന്തുപിടി. ഇനി നമുക്കിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പതിപ്പിച്ചൂറ്റണം. പണ്ടുള്ളവരൊക്കെ പറയും ഇത് പതിപ്പിച്ചൂറ്റണം. അങ്ങനെ നമ്മളിങ്ങനെ ഒരു കായല്ലേ, അപ്പൊ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഇത് പച്ചക്കൊക്കെ പണ്ടൊക്കെ ഈന്ത് പച്ച കടിച്ച് തിന്നാലൊക്കെ ഛർദ്ദിക്കും എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ നമ്മൾ ഡയറക്റ്റ് ഇറച്ചിയിലിടുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാതിരിക്കാനും നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ചൂറ്റും. തിളപ്പിച്ചൂറ്റെന്ന് വെച്ചാൽ ഒന്ന് വേവിക്കും. വേവിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ചെയ്യുക. ഇവിടെ നമ്മള് ഈന്തും പിടി തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് ഒരു വട്ടച്ചെമ്പില് കുറച്ചധികം വെള്ളം ഊറ്റിയല്ലേ, കുറച്ചധികം വെള്ളം എടുത്തിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് ഇതാ വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പിടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മളിതാ ഫുള്ള് പിടിയും ഇട്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പം കണ്ടോ പിടിയൊക്കെ വെള്ളത്തിന്റെ അടിയിലാണ്. ഇത് തിളച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ആയിനങ്ങ ഈ പിടിയൊക്കെ വെള്ളത്തിന്റെ മേലേക്ക് ഇങ്ങനെ പൊന്തി വരും. ആ ഒരു ടൈം വരെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ അടച്ചു വെക്കുകയാണ്. ആ ടൈം ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് തുറന്നു നോക്കട്ടോ. ഞാൻ അടച്ചു വെച്ചേ കണ്ടോ, എല്ലാതും തിളച്ച് എന്ത് മുകളിൽ പൊന്തി കിടക്കുന്നുണ്ടോ, ഇതുപോലെ പൊന്തു. നേരത്തൊക്കെ വെള്ളത്തിന്റെ അടിയിലായിരുന്നു. ഇപ്പം കണ്ടോ പൊന്തി നിൽക്കുന്ന. ഇനി നമുക്കിത് നല്ല തിളക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്, പൊന്തുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മേലെ തന്നെ കോരി എടുക്കട്ടോ, ഊറ്റിയെടുക്കുക. അതുപോലെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റട്ടെ. എല്ലാം ഒരു ബൗളിലേക്ക് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇറച്ചിക്കറിയും ഇതും മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതവിടെ നമ്മുടെ ഈന്തുപിടിയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫിന്റെ എല്ല് കറിയാട്ടോ. എല്ലുണ്ട്, ബീഫും ഉണ്ട് കുറച്ച്, പക്ഷെ കൂടുതലും എല്ലാട്ടോ എടുത്തത്. ഇത് നമ്മളെല്ലാ സാധാരണ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ, പക്ഷെ മസാലകളൊക്കെ കുറച്ചുകൂടി കൂടുതൽ. കാരണം ഈന്തുംപിടിയും കൂടെ വേണ്ടേ, അപ്പൊ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് എടുത്തത്. പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ബീഫും മസാലയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കുഴക്കുന്ന കൂട്ടത്തിൽ ഒരു പച്ചക്കായോ 1-2 പച്ചക്കായോ അല്ലെങ്കിൽ ചേനയുടെ കഷ്ണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. പിന്നെ പച്ചക്കായ ഇട്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ പച്ചക്കായ ഇടുന്നില്ല. 1 കിലോ ബീഫ് എടുത്ത്. ബീഫ് കുറവ് അല്ലെങ്കിൽ നമ്മളെ ഈന്തുപിടിന്റെ പൊടി കുറച്ച് കുറവൊക്കെ ആണെങ്കിൽ കുറച്ച് പച്ചക്കായ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും. കൂടുതലൊക്കെ ആളുണ്ടെങ്കിലേ അങ്ങനെയും ചെയ്യാട്ടോ. ഇപ്പൊ അതാ ഞാനൊരു വലിയ നമുക്ക് രണ്ടും കൂടെ കൊള്ളുന്ന ഒരു ചെമ്പില്, ഒരു വട്ടച്ചെമ്പില് ഇപ്പൊ അതാ കറിയുണ്ട്. നമ്മള് നേരത്തെ പിടിച്ച് വേവിച്ച് വെച്ചില്ലേ ഈന്തുപിടി, ഇത് ഞാൻ ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ. ഇതാ കറിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കും. നമ്മുടെ ഈന്തുപിടിയൊക്കെ ഇതിലിട്ട് നന്നായിട്ട് കറിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇത് അടിച്ചു വെച്ചിട്ട് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. നമ്മുടെ കറിയും ഈന്തുപിടിയോടി നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നന്നായി സിമ്മിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. ഇങ്ങനെ തന്നെ കുറച്ച് സമയം വെക്കുക. കാരണം ഈന്തുപിടിയിലേക്ക് ഈ കറിയും ഈ ബീഫിന്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് പിടിക്കണം. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വെക്കണം കറിയിൽ. ഭയങ്കര കട്ടിയുള്ള കറി അല്ലാതെ. അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഈ എന്തുകൊണ്ട് നമുക്ക് ഇന്ന് പത്തിരി ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, നുരി പുഴുങ്ങ, അങ്ങനെ പല ടൈപ്പിലും ചെയ്യാം. പണ്ട് കാലത്തൊന്നും നമുക്ക് ഇപ്പോഴുള്ള പോണ പത്തിരിപ്പൊടി അതൊന്നും അധികം കിട്ടൂലല്ലോ. ഈന്താണെങ്കിൽ പറമ്പിൽ ഫുള്ള് ഈന്തുമാരുണ്ടാവും. കാരണം ഇപ്പോഴുള്ളോണം വീടുകളൊന്നും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഈന്തുമാരുണ്ടാവും. വെട്ടും ഉണക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പണ്ട് കാലത്തെ പ്രധാന ഒരു ഭക്ഷണമായിരുന്നു ഇത്. ഉച്ചക്കായാലും രാവിലെ പത്തിരി ചൂടും, ഉച്ചക്ക് ഇതുപോലെ ഈന്തുപിടി ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ല പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കും. അതുപോലെ അത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മളിപ്പോ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈന്തെന്ന് പറഞ്ഞാൽ ഈന്തുപൊടി എന്ന് പറഞ്ഞാൽ നല്ല എല്ലാവർക്കും കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം ഉള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഇതുമാണ് കേട്ടോ. അപ്പൊ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും ബീഫ് ഉള്ളല്ലേ. അതല്ല ഞാൻ പറയുന്നത്, ബീഫൊന്നും അല്ലാതെ ഈന്തുപൊടി. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കട്ടോ. ഇതിലേക്കുള്ള ഉപ്പ് വേണം. ഇതാ തിരിയൂടിയിട്ടൊക്കെ കൊടുക്കാം.
ഇപ്പൊ ഇറച്ചി വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് മീനിട്ടിട്ടും ഇത് ചെയ്യാട്ടോ. നമ്മൾ ശരിക്കും മത്തിയോ അയിലൊക്കെ ഉണ്ടെങ്കിലില്ലേ അതാണ് നല്ല ടേസ്റ്റ്. അയിലിട്ടിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാ. മീൻകറി വെച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മുള്ളങ്ങ് മാറ്റിക്കാനാ മതി. ഫുൾ മീൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ മീൻ പത്തിരിക്കൊക്കെ ചെയ്യും പോലെ ഉള്ളൊന്ന് മുള്ളങ്ങ് വലിച്ചാനാ മതിയേ. നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി ചാറിലേക്ക് ഈ ഈത്തുപിടിന്റെ ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറുകി ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും നന്നായി കുറുകിയിരിക്കുന്നത്. ഇനി ഇതാ ഞാൻ കുറച്ചൊരു ഗരം മസാല ഇത് കേട്ടോ. ഇത് ഓപ്ഷനലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇറച്ചിയാണല്ലോ ഇട്ടത്. ബീഫ് ഇട്ടുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്തെടുത്തിട്ട് ഇനിയിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ മെല്ലെ മിക്സ് ചെയ്യാവേ. പൊട്ടി പൊട്ടി പോവാതെ മെല്ലെ ഒന്ന് അടിയിൽ ചിലപ്പം പിടിച്ചാളും. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഫൈനലി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണേ. ഇത് ഒരു വലിയ തേങ്ങന്റെ പകുതി, അതായത് ഒരു വലിയ മുറി തേങ്ങ. തേങ്ങയിൽ ഒരു ചെറിയുള്ളിയും അതേപോലെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതാ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. സമയത്ത് നമുക്ക് തേങ്ങ ആവശ്യത്തിനനുസരിച്ച് നോക്കട്ടോ. അധികം ചില ആൾക്കാർക്ക് അധികം തേങ്ങ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനത്തെവർക്ക് കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തേങ്ങ ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ. നമ്മൾ തേങ്ങ ഒക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട്, തിള വരുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മളെ ഈന്ത് കറി, ഈന്ത് പിടി ഇവിടെ റെഡി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ രാത്രിയാണ്, നാളെ രാവിലെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട കൂടെ കഴിക്കാൻ. എല്ലാവരും ഈന്തൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ. താങ്ക് യു.